എൻ്റെ മരണം കൊണ്ട് എന്തുമാത്രം ദുഃഖം ഇപ്പുറത്തുണ്ടാകുന്നു എന്നവർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് അപ്പുറം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണെന്ന്. പക്ഷേ ഇത് ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ സോളുമായിട്ട് ചിലപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പോയവർ ആ എൻഡിൽ ചെന്ന് നിന്നവരെ ഒറ്റയടിക്ക് എനിക്ക് അപ്പുറത്തിടാൻ സാധിച്ചിട്ടുണ്ട്. കറക്റ്റ് 3 മാസം തികയുന്നതിന് മുമ്പേ ആ പയ്യനും ആത്മഹത്യ ചെയ്തു. അവരുടെ ചിന്താഗതി എന്താണ്? അവൻ അല്ലെങ്കിൽ അവൾ വേദനിക്കണം. എത്ര ഇന്റർവ്യൂ കൊടുത്തോണം? ഒരു 10-25 എണ്ണത്തോളം കൊടുത്തു കേട്ടോ. ആരെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, പല മരണങ്ങളും മറ്റുള്ളവരുടെ പ്രതികാരമാണല്ലോ മേഡം. പ്രതികാരമാണ്. അതായത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡന്റ് സ്വന്തം അമ്മയുടെ മുന്നിൽ അമ്മേനെ കണ്ടിട്ട് തന്നെ ആയിരിക്കണമല്ലോ അവൻ അവിടെ കയറിയത്. അതായത് എൻ്റെ മരണത്തിലൂടെ ആ സ്ത്രീ, ജന്മം തന്ന ആ സ്ത്രീ മരണം വരെ ഇതും ഓർത്ത് വേദനിച്ച് ജീവിക്കണമെന്നുള്ളൊരു മാനസികാവസ്ഥയും കൂടി ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്ന പല മനുഷ്യർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന. അത് ഞാൻ എൻ്റെ ഭാര്യയോട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ജന്മം തന്ന അച്ഛനോടും അമ്മയോടും, എൻ്റെ മക്കൾ, ഇവരെല്ലാവരും എന്നെ ഓർത്ത് നീറി ജീവിക്കണമെന്നുള്ളൊരു ചിന്ത മാനസികാവസ്ഥ. അതുകൊണ്ട് ഇവര് അപ്പോൾ അവർക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായി എങ്ങനെ മരിക്കാം അവരുടെ ശരീരത്തിന്. കാരണം അവർ രക്ഷപ്പെട്ടു. ഇനി അവർക്ക് ചിന്തകളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെയിനിലൂടെ ഒന്നും കടന്നുകൊണ്ട് ആവശ്യമില്ല. ഇനി ഇവരെ കുറച്ച് ഓർത്ത് മറ്റുള്ളവർ വേദനിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ കാണുന്ന ഇപ്പോൾ എനിക്കും ചില കേസുകൾ, ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട് കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകൾ വളരെ പ്ലാൻ ചെയ്താൽ മരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എഴുതി വെച്ച്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, അവർക്ക് അന്ന് കിട്ടേണ്ട ഡ്രസ്സുകളെല്ലാം തേച്ച് മടക്കി വെച്ച്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച്, സഹോദരിയോടും ചേട്ടനോടും അവർ അടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം കൃത്യമായ പ്ലാനിങ്ങിലൂടെ ശേഷം അതിനൊരു കുറിപ്പും എഴുതി വയ്ക്കും. എൻ്റെ മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ല, ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞവർ എഴുതി വയ്ക്കും. എന്നിട്ട് ചിലപ്പോൾ അവരെ തന്നെയായിരിക്കും കുറ്റം പറയുന്നത്. വളരെ കൃത്യമായി മരണത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അത് നമ്മൾ ഞെട്ടിപ്പോവും. ചിലപ്പോൾ മാസങ്ങളോളം എടുത്ത് പ്ലാൻ ചെയ്ത് മരിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു നിമിഷം ജീവിതത്തെ പറ്റി ചിന്തിച്ചെങ്കിൽ അവർക്ക് തിരിച്ചു വരാമായിരുന്നു. ആ മാനസികാവസ്ഥയിൽ ആരെങ്കിലും ഒരാളെങ്കിലും ജീവിതത്തിന്റെ പ്രാധാന്യം ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ തീപ്പൊരി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവർ തിരിച്ചു കയറി വന്നേനെ. പക്ഷെ എന്തുമാത്രം അവര് ഈ പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മരണം കൊണ്ട് എന്തുമാത്രം ദുഃഖം ഇപ്പുറത്തുണ്ടാകുന്നു എന്നവര് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാകുന്ന മാനസികമായി ഉണ്ടാകുന്ന ആ വേദനകളെ അവർ അംഗീകരിക്കുന്നില്ല. അവരുടെ ചിന്താഗതി എന്താണ്? അവൻ അല്ലെങ്കിൽ അവൾ വേദനിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു മരണം കൊണ്ട് എല്ലാം ശുഭമാകും എന്നുള്ള ഒരു ചിന്താഗതി ചിലർക്കുണ്ട്. പക്ഷെ അങ്ങനെ വരില്ല. പലപ്പോഴും ഈ നെഗറ്റീവ് സോളുകളുടെ ഇഷ്യൂസും പല നെഗറ്റീവ് ഇഷ്യൂസൊക്കെ വരുമ്പോഴും പലപ്പോഴും ആളുകളുടെ വലിയ സംശയം ഈ ആത്മഹത്യ ചെയ്ത ആളുകളുടെ ആത്മാക്കളോ ഗതി കിട്ടാതെ അല്ലെങ്കിൽ സോളിൽ ഗതി കിട്ടാതെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറി ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഗതി കിട്ടില്ല എന്നുള്ള. ഇവർ ഈ മറ്റൊരു തലത്തിലോട്ട് ഇവർക്ക് പോകാൻ പറ്റില്ല. ഇവരുടെ സോളാണെങ്കിലും അവരുടെ എനർജി ആണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും അത് എവിടെയാണോ അവർ ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ അവരുടെ പറമ്പിലോ അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കും. ഇതെല്ലാവരും ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും കണ്ടിന്യൂ. കാരണം ഭയങ്കര നെഗറ്റീവായി അവർ നെഗറ്റീവായിരിക്കും. അങ്ങനെയുള്ള നമുക്ക് ഞാൻ അടുത്തൊരു ചോദ്യത്തിലോട്ട്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലോട്ട് ഞാൻ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നി കണ്ടപ്പോൾ, എനിക്കത് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ പലപ്പോഴും മാഡം ഇങ്ങനത്തെ മറുപടികൾ പറയാറുണ്ടോ? എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാനിതിന് ഹെൽപ്ലെസ് ആണ്, അത് ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഉണ്ടോ? ശരിയാണോ? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഒരു പയ്യൻ മരിച്ചു. അപ്പം ആ പയ്യൻ്റെ കൂട്ടുകാരനെ ഇത് ശരിക്കും ബാധിച്ചു. അവനാണെങ്കിൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ സ്റ്റുഡിയോയിൽ എപ്പോഴും വരുന്ന പയ്യന്, ഷൈജി ചേച്ചി ഇന്ന ആൾ എന്നോട് വന്ന് ഇന്ന പോലെ സംസാരിക്കുന്നു, അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഈ മരിച്ച പയ്യൻ്റെ ബോഡി കാണാൻ പോലും ഈ കൂട്ടുകാരൻ പോയില്ല, കാരണം അവനത് താങ്ങില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്ന പോലെ സംസാരിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഇന്ന ഒരു ഫീല് വരുന്നുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞ്, മോനെ അതിനെ പോസിറ്റീവാക്കാൻ ഞാൻ ശ്രമിച്ചു. മോനെ മരിച്ചവരെല്ലാം മരിച്ചു, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിനെ വേറെ പോസിറ്റീവാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ അതിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ വരണ്ടേ, നിങ്ങളുടെ അമ്മ വരണ്ടേ, മരിച്ച അപ്പൂപ്പനും അമ്മൂമ്മയും വരണ്ടേ. അങ്ങനെ ഇതിനോടൊരു 2-2.5 മണിക്കൂർ ഞാനൊരു ദിവസം സംസാരിച്ചു. അങ്ങനെ ആഴ്ചകളോളം ഞാൻ ഇതിനോട് സംസാരിച്ചു. പക്ഷേ
കറക്റ്റ് 3 മാസം തികയുന്നതിന് മുമ്പേ ആ പയ്യനും ആത്മഹത്യ ചെയ്തു. ഈ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ചില അവസരങ്ങളിൽ നമ്മൾ കാണും, അനുഭവിച്ചറിയാൻ പറ്റും, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് ആത്മഹത്യയുടെ ആത്മാവാണെങ്കിൽ നെഗറ്റീവ് തന്നെയായിരിക്കും. ഇനി അല്ല, ഒരു നോർമൽ ഡെത്ത് ആണെങ്കിൽ പോസിറ്റീവ്. ഇനി ആഗ്രഹങ്ങൾ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. അത് നമുക്ക് ഇനി അത് എൻ്റെ മനസ്സിൻ്റെ ആണോ എന്നെനിക്കറിയില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിൽ ഉള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പറയുന്നു. ഇപ്പം ആ പയ്യൻ തന്നെ വന്ന് എൻ്റെ അടുത്ത് പറയാം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് അവൻ വന്ന് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ചേച്ചി അവൻ എന്നോട് ഇന്ന പോലെ പറയുന്നു, പിന്നെ വണ്ടിയെ പോകാൻ സ്കൂട്ടർ ഉണ്ട്, സ്കൂട്ടർ നമുക്ക് പോകാം, അഴീക്ക് കടപ്പുറത്ത് പോകാം, മീൻ വാങ്ങിക്കണം എന്നെല്ലാം ഇവൻ എന്നോട് പറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിനെ ഒത്തിരി പോസിറ്റീവാക്കാൻ ഞാൻ ശ്രമിച്ചു. മാനസികമായിട്ട് നമുക്കറിയാം. ഈ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പണ്ടത്തെ ആളുകൾ പലപ്പോഴും നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ പുറത്തോട്ട് വിടാറില്ല കുറേ നാളത്തേക്ക്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊരു മറ്റൊരു സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു തലമാണ്. മനുഷ്യനായിട്ട് നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിനെ പലപ്പോഴും സാധ്യമല്ലെന്ന് തോന്നുന്നത്. നമ്മളൊരു നെഗറ്റീവ് എനർജിയിലോട്ടോ നെഗറ്റീവ് സോളിലോട്ടൊക്കെ കൺവേർട്ട് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ പിക്ക് ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ്റെ വിഷയത്തിൽ പോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു പേഴ്സണൽ കൺസൾട്ടേഷന് പറ്റുന്ന ആളുകൾ പോലും ഇതെന്നെ പറയാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ഭാര്യ ആയിരിക്കാം. അതൊരു സോളെന്നോ പ്രേതമെന്നോ ബോധമൊന്നും അല്ല അതിനെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. പലപ്പോഴും ഇതൊരു എനർജി ബേസാണ്. ഈ എനർജി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനർജി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, എനർജി പലപ്പോഴും ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യിപ്പിക്കും. ശബ്ദത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നാം, ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നാം, ചിലപ്പോൾ നമുക്ക് കാണുന്ന പോലെ തോന്നാം. ചില കാര്യങ്ങൾ കാണുന്നതാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ, ഒരു 90% നമുക്ക് ഹാലൂസിനേഷൻ ആണെങ്കിലും അതിനകത്തൊരു 10% സംതിങ് അല്ലല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അല്ലല്ലോ, ഇതിനെന്തൊരു ഫോളോ അപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് എന്തുകൊണ്ട് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കേണ്ട ഒരു കാരണമില്ല. കാരണം നമ്മുടെ യുക്തി വെച്ചിട്ട് നമ്മൾ ഈ 2000 യുഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതിലോട്ടൊക്കെ പോകുന്നത് ചിന്തിക്കുന്ന പോലും പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ച ആളുകളെല്ലാം തിരിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റൊരു തലത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞാൽ, ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് കണക്റ്റഡ് ഭയങ്കര സാമ്യമായ കേസുകളാണ്. പലപ്പോഴും ഇങ്ങനെ കാര്യം സംഭവിക്കാറുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ആ ഒരു സോൾ പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതൊരു പക്ഷേ ചിന്തയിലൂടെ ആവാം, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഫീലിങ്സ് കൊടുത്തിട്ടാവാം ഈ സാധനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടിരിക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു തോട്ട്സ് ആയിരിക്കാം, അതൊരു എനർജി ആയിരിക്കാം, അതൊരു എന്ത് വേണമെങ്കിലും ആവാം അതിൻ്റെ അകത്ത്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനത് മാഡത്തിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വന്നേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യ ഭർത്താക്കന്മാർ ആരെങ്കിലും ഒരാളാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഭാര്യമാർ വന്ന് എന്നോട് എപ്പോഴും പറയും, ഞാൻ ഇന്നലെയും കണ്ടു, ചേട്ടനെ ഇന്നലെയും വന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു. ശരിയായിരിക്കാം, ആ ഒരു സോളാണ് അത്. ആ ഭാര്യയുടെ അടുത്ത് അതേപോലെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കാണും. എനിക്കൊരു ഫീലുണ്ട്, ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മമ്മയും ഇവർ രണ്ടുപേരും മരിച്ചുപോയി. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മമ്മയുടെ സാമീപ്യം പലപ്പോഴും അറിയും. ഇവർ മരിച്ച ആ ഒരു ഡേറ്റ് അതിനോടടുത്തൊരു 2 ദിവസം മുന്നേ ഞാൻ ഇവരെ സ്വപ്നം കണ്ടിരിക്കും. അത് ഷുവറാണ്. ഇത്രയും നാൾ കൊണ്ട് ഉള്ള ഒരു റിയാലിറ്റിയാണ്. ഞാൻ ഇവരെ സ്വപ്നം കണ്ടിരിക്കും. അതും ഏറ്റവും അടുത്ത് ഇവരെന്നെ സ്പർശിക്കുന്ന തരത്തിൽ തന്നെ നല്ല രീതിയിൽ എനിക്കതറിയാം. മാഡത്തിന് നന്നായിട്ട് അറിയാം. അതായത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അവരാണ് മാഡത്തിന്റെ പ്രൊട്ടക്ഷൻ എന്നും വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം, എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവർ 2 പേരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അപ്പുറം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞതല്ല. ദൈവത്തിന് എല്ലാം സെയിം ആണല്ലോ. നമ്മുടെ ഉള്ളിലെ എനർജി തന്നെയാണല്ലോ ദൈവിക എനർജി എന്ന് പറയുന്നത്. ദൈവിക എനർജി. യോഗ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അത് ഞാൻ പ്രത്യേകം യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമല്ലോ, ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനകത്തിൽ ഞാൻ പലപ്പോഴും അതിനകത്തിൽ ഇങ്ങനെയുള്ള എനർജിക്കൊന്നും സ്ഥാനമില്ലെന്നറിയാമല്ലോ. അവിടെ ഈ സോളിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലല്ലോ. നമ്മളെ തന്നെ അത് മെഡിറ്റേറ്റ് ചെയ്ത് പോകുമല്ലേ, അറിയാമല്ലോ അത്. അപ്പം പക്ഷെ അവിടെ ചില
സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇവരെന്നിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നാറുണ്ട്. അപ്പോഴാണ് ചില ഈ കമ്മ്യൂണിക്കേഷൻ, ഈ ഞാൻ ഫോട്ടോ എടുത്തവരുടെ കമ്മ്യൂണിക്കേഷനും ചിലപ്പോൾ നടക്കും. അന്നേരം ശരിക്കും എൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഞെട്ടി ഉണരും. അങ്ങനെ ഒരിക്കലും വരരുതെന്നാണ് മെഡിറ്റേഷനകത്തിൽ. അതെന്താണ് എന്ന് എനിക്കറിയില്ല. മെഡിറ്റേഷനകത്ത് അറിയാമല്ലോ നമ്മൾ ഏത് ലെവലിൽ വരെ എത്തിയിട്ട് പതുക്കെ പതുക്കെ തിരിച്ച് വരണമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ സോളുമായിട്ട് ചിലപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഞാൻ എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ തുര്യമാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തുര്യത്തിൽ ഒരു മിനിറ്റ് പോലും എൻ്റെ മനസ്സിനെ ചിലപ്പോൾ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരുത്തില്ല. പകരം അത് കഴിഞ്ഞാൽ ഉടൻ വരുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇവരാരെങ്കിലുമാണ്. ഇവരാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങളാണ്. അവർക്ക് പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു ഉപാധിയായിട്ടായിരിക്കും അവരെന്നെ കാണുന്നത്. ഇനി ഇന്റർവ്യൂ കാണുന്നവർ, ഇനി എന്നെ അറിയാവുന്നവർ വിചാരിക്കും. അതേപോലെ തന്നെയാണ് ഈ എൻ്റെ അച്ഛനെയും അമ്മൂമ്മയും. അത് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഞാൻ പറയുന്നുണ്ട്. എത്ര ഇന്റർവ്യൂ കൊടുത്തു? ഇപ്പൊ ഒരു 10-25 കൊടുത്തു കേട്ടോ. ആരെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അവര് ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, എപ്പോഴെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ പറയും പിന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇരിക്കുന്ന 2-3 പേര്, ക്യാമറ എൻ്റെ അടുത്തിരിക്കുന്ന ഇവരെല്ലാം പ്രേതങ്ങളാണെന്ന്. അത്രയും ഇത്രയും ഡീപ്പായിട്ട് ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ അവർക്ക് തോന്നുമായിരിക്കും, എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയില്ല. പുള്ളിയും അല്ല, ഞാൻ മേഡത്തിനെ കണ്ടപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇത് മേഡത്തിന് എനിക്ക് പരിചയമില്ല, ഞാൻ മേഡത്തിന് സംസാരിച്ചില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഞാനത് സെൻസ് ചെയ്യുന്ന ചോദ്യം ശരിയാണെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചത്. ഞാൻ സെൻസ് ചെയ്യുന്ന കാര്യം കറക്റ്റാണോ? അപ്പോൾ മേഡം അത് കറക്റ്റാണ്. അപ്പോൾ പലപ്പോഴും മേഡം അത് തിരിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വരുമ്പോഴും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാക്കുകൾ പറയാറുണ്ട്. അതിൻ്റെ അകത്ത് പറയാറുണ്ടല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ പറയാറുണ്ട്. കാരണം ഇന്നലെ കൂടി പറഞ്ഞു. വേറെ ഒരു കാര്യമുണ്ട്, അതിന് ചോദ്യം വരുമ്പോൾ ഞാൻ പറയാം. കുറേ പേരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കൈപിടിച്ച് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. പോയവർ, എൻഡിൽ ചെന്ന് നിന്നവരെ ഒറ്റയടിക്ക് എനിക്ക് അപ്പുറത്തിടാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ്. പക്ഷെ ഞാൻ ലാസ്റ്റ് അവരായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ എത്തി കേട്ടോ.